കരിമല കയറ്റം എത്രമാത്രം ബുദ്ധിമുട്ടാണോ, കരിമല ഇറക്കവും ഒരുപക്ഷെ അത്ര ആത്മീയത ഭക്തിയുടെ ഭാവങ്ങളുടെ വിഭിന്നമായി പോലും കരിമല ഇറങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാര്യം ഇറങ്ങി വരുമ്പോൾ കാലുകൾ തെന്നാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരു വശത്ത് കൊക്കയാണ്. ഇന്നും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു അപകടകരമായ മേഖലയായി കരിമല ഇറക്കം നിലനിൽക്കുന്നു. ചില ഭാഗങ്ങളിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ കഴിയുന്നുള്ളൂ. ഇവിടെ ചില അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കരിമല എന്നുള്ളതും ഈ സ്ഥലം എന്നുള്ളതും പല ആംഗിളുകൾ നമുക്ക് പരിശോധിക്കാം. ഒരുപക്ഷെ പ്രകൃതിയുടെ ആംഗിൾ പരിശോധിക്കാം, ദൈവത്തിൻ്റെ ആംഗിളിൽ പരിശോധിക്കാം, ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും പുരാണത്തിൻ്റെയും ഒക്കെ സങ്കല്പങ്ങളിൽ പരിശോധിക്കാം. പക്ഷേ ഒരു കാര്യം അവിതർക്കിതമാണ്. ഏത് ആംഗിളിൽ, ഏത് ദൃഷ്ടികോണിൽ പരിശോധിച്ചാലും ഈ സ്ഥലങ്ങൾ ലക്ഷ്യം ശബരിമലയിൽ ഉദയനൻ തകർത്ത ശാസ്താവിൻ്റെ ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ള അയ്യപ്പൻ്റെ അടുത്ത യാത്ര ശബരിമലയിലേക്കായിരുന്നു. ചരിത്രം തേടുന്ന നമ്മളും ആ പാത പിന്തുടരുകയാണ്. കാട്ടാനകൾ സ്വച്ഛന്തം വിഹാരം നടത്തുന്ന സമതല പ്രദേശമായ വലിയാനവട്ടവും ചെറിയാനവട്ടവുമെല്ലാം അയ്യപ്പനും പടയാളികളും വിശ്രമിച്ച താവളങ്ങളായാണ് ചരിത്ര പരാമർശം. കരിമല കഴിയുമ്പോൾ ഉദയനനെ കുറിച്ചുള്ള അധ്യായം അവസാനിക്കുകയാണ്. ഒരുപക്ഷെ യുദ്ധത്തിൽ ഉദയനെ തോൽപ്പിച്ചു എന്നോ ഉദയനെ പരിഷ്കരിച്ച സങ്കല്പങ്ങളില്ല. അതുകൊണ്ട് പഴയ യുദ്ധരീതി വെച്ച് ഉദയനെ പരിഷ്കരിക്കാൻ കഴിയാത്തത് കാരണം വധിച്ചു എന്നോ, അല്ലെങ്കിൽ പൊതുവെ സമാധാനവാദിയായ അയ്യപ്പൻ പലരെയും പരിഷ്കരിക്കുന്ന, മാനസികമായി പരിവർത്തനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന അയ്യപ്പൻ ഗത്യന്തരമില്ലാതെ, അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും നമുക്ക് ഈവിളിനോട് അല്ലെങ്കിൽ തിന്മയോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ, റിഫോം ചെയ്യാൻ പറ്റാതെ വധിക്കുക മാത്രമാണ് രക്ഷയെന്ന അവസ്ഥയിൽ ഉദയനെ വധിച്ച് കാണണം. അത് കഴിഞ്ഞാണ്
നേരത്തെ ഉദയനെ വധിച്ചു കഴിഞ്ഞ് വലിയാനവട്ടവും ചെറിയാനവട്ടവും കഴിഞ്ഞ് പമ്പയിലേക്ക് എത്തുന്നത്. പമ്പ പുരാണ പ്രസിദ്ധമാണ്, ചരിത്രപ്രസിദ്ധമാണ്, ഭക്തരുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ളതാണ്. ഈ പമ്പാ സരസ്ഥലത്തെക്കുറിച്ചാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. പമ്പാ സരസ്ഥലം ലോകമനോഹരം. ഈ പമ്പയെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യ റെഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നത് രാമായണത്തോട് ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് കവിത എഴുതുന്നത്, പിന്നെ രാമനെക്കുറിച്ച് കവിതകൾ എഴുതിയപ്പോൾ പുഷ്കരപത്രാക്ഷൻ കൗസല്യാപുത്രൻ ജാനകിയോട് വേറായി പുഷ്കരണീ മത പമ്പാം കണ്ടേ പുഷ്പശരാതുര മാനസനായി. അതായത് പുഷ്കരപത്രാക്ഷൻ ശ്രീരാമൻ ജാനകിയോട് സീതയോട് വേറിട്ട് നിൽക്കുമ്പോൾ സീതാന്വേഷണത്തിനായി വന്നപ്പോൾ ഈ പുഷ്കരണീ മത പമ്പാം, ഈ പമ്പയെ കണ്ടു. അങ്ങനെ സീതയെ ഓർത്തു. സീതയെ നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ മിസ് ചെയ്തു. അരികിൽ സീത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച സ്ഥലമാണ് പമ്പയെന്നും പമ്പയുടെ മനോഹാരിതയെന്നും. ഇതിൻ്റെ ഒരു ചരിത്ര റെഫറൻസ്, ഇത് പൗരാണിക ചരിത്രം ബന്ധപ്പെട്ടതാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിലടക്കം പമ്പയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. പമ്പ വളരെ ക്ലിയർ ആൻഡ് ക്ലീൻ വാട്ടർ ആണെന്നും പമ്പാ സരസ്ഥലം വളരെ മനോഹരമാണെന്നും ഒക്കെയുള്ള ചരിത്രത്തിൻ്റെ റെഫറൻസുകളും, ഇവിടുത്തെ വെള്ളം ക്രിസ്റ്റൽ പോലെയാണെന്നും അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നും ഒക്കെയുള്ള റെഫറൻസുകളുണ്ട്. ആ പമ്പയിൽ യുദ്ധത്തിന് ശേഷം തർപ്പണത്തിൻ്റെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മരിച്ചു വീണ യോദ്ധാക്കൾക്കായി, ഈ വിജയത്തിനായി അല്ലെങ്കിൽ പോരാടി മരിച്ചവർക്കായി, ശത്രുക്കൾക്ക് വേണ്ടി പോലും തർപ്പണം ചെയ്യാൻ എത്തുന്ന, വിശാലമായ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്ന, സമാധാനത്തെ സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്ന മണികണ്ഠകുമാരനെ നമുക്ക് കാണാൻ കഴിയും. കിഴക്കൻ മലനിരകളുടെ സസ്യശീതളിമയിൽ നിന്നുത്ഭവിക്കുന്ന പുണ്യവാഹിനി. ഇവിടെ പിതൃതർപ്പണത്തിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. ശ്രീരാമൻ ദശരഥന്റെ മരണവിവരം അറിയുന്നത് വനവാസത്ത് വെച്ചാണ്. അതുകൊണ്ട് ശ്രീരാമൻ സീതാന്വേഷണത്തിന് പോകുമ്പോൾ പമ്പയുടെ കരയിൽ വെച്ചാണ് പിതൃതർപ്പണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിലെ മറ്റൊരു സന്ദർഭം, മറവപ്പടയുമായി യുദ്ധം ചെയ്യുന്ന അയ്യപ്പനും അയ്യപ്പന്റെ പടയാളികളും വിജയശ്രീലാളിതരായെങ്കിലും മരിച്ച മറവപ്പടയുടെ ആൾക്കാർക്കും അയ്യപ്പനോടൊപ്പമുള്ള പടയാളികൾക്കുമായി അയ്യപ്പൻ വന്ന് പിതൃതർപ്പണം ചെയ്തത് ഈ കരകളിൽ വെച്ചാണ്. ഒരുപക്ഷെ ശത്രുവിന് വേണ്ടി പോലും പിതൃതർപ്പണം ചെയ്യുന്ന മഹത്തരമായ ഒരു സംസ്കാരത്തിന്റെ സൂചനകളാണ്. പക്ഷേ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായി പിതൃതർപ്പണത്തിന്റെ ഓർമ്മയിൽ ഇന്നും ഇവിടെ ലക്ഷോപലക്ഷം ആൾക്കാർ പിതൃതർപ്പണങ്ങളും അവരുടെ പിതൃക്കളുടെ സ്മരണയിൽ ചെയ്യുന്നുണ്ട്.
ബലിതർപ്പണങ്ങൾക്ക് ശേഷം പമ്പയിൽ മുങ്ങിനീരാടിയ അയ്യപ്പനും കൂട്ടരും പമ്പാതീരത്ത് വിരിവച്ചു വിശ്രമിച്ചുവെന്നും യുദ്ധവിജയത്തിന്റെ ആഹ്ലാദ സൂചകമായി പമ്പാമണപ്പുറത്ത് സദ്യവട്ടങ്ങൾ ഒരുക്കിയെന്നും പമ്പയുടെ ഓളപ്പരപ്പിൽ ദീപനാളങ്ങൾ തെളിയിച്ചുവെന്നും ചരിത്രം പറയുമ്പോൾ പമ്പാസ്നാനവും പമ്പാസദ്യയും പമ്പ വിളക്കുമെല്ലാം ഒരുക്കി പുതിയ കാലവും ശബരിമല എന്ന വാക്കിന്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ ഈ സ്ഥലം പണ്ട് അറിയപ്പെട്ടിരുന്ന 18 മലകളിൽ ഒരു പ്രധാന മലയായിരുന്നു മതംഗമല. മറ്റ് 18 മലകളോടൊപ്പം മതംഗമലയുടെ പേരിലായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. മതംഗ മഹർഷിയുടെ പ്രധാന ശിഷ്യയായിരുന്നു ശബരി. ശ്രീരാമൻ സീതാന്വേഷണ കാലത്ത് വരികയും ശബരി കാട്ടുപഴങ്ങൾ കടിച്ചിട്ട് ശ്രീരാമൻ ആഹാരമായി കൊടുക്കുകയും ചെയ്തൊരു സംഭവം വളരെ പ്രസിദ്ധമാണ്. ഈ സംഭവത്തിൽ ലക്ഷ്മണൻ ശബരിയോട് കോപിക്കുകയുണ്ടായി, കയർക്കുകയുണ്ടായി. ലക്ഷ്മണൻ ശബരിയോട് ചോദിക്കുന്നു, നിന്റെ എച്ചിലാണോ ഉച്ചിഷ്ടമാണോ ശ്രീരാമൻ ആഹാരം കഴിക്കാൻ കൊടുക്കുന്നത്? അപ്പോൾ ശ്രീരാമൻ വിലക്കിയിട്ട് പറയുന്നു, അങ്ങനെയല്ല, ശബരിക്ക് ഭക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ശബരി തൻ്റെ ജീവിതം കൊണ്ടാണ് ആ പഴങ്ങൾ നൽകുന്നത്. കാര്യം കാട്ടിലെ പഴങ്ങളാണ്, വിഷമേതാണ് നല്ലതേതാണെന്ന് അറിയില്ല, കടിച്ചു നോക്കി സ്വയം കഴിച്ചു നോക്കിയിട്ട് തരുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് പവിത്രവുമാണെന്ന് പറയും. അങ്ങനെയാണ് ഈ മതംഗമല എന്നറിയപ്പെടുന്ന ഈ സ്ഥലം പിന്നീട് ശബരിമല, ശബരിയുടെ പേരിൽ ശബരിമല ശബരിമലയിലെ കാര്യം എന്തുകൊണ്ട് പേര് വന്നു ശബരിമല എന്ന് പറയണം. ആ പേര് പമ്പ, ശബരിമല, പീരുമേട്, അതുപോലെ ഒരു പേര് അല്ല. ശബരിയിലെ ഓർമ്മ, ശബരി താമസിച്ചുകൊണ്ട് മലയായതുകൊണ്ട് ശബരിമലയായി. ശബരി എന്ന് പറയുന്നത് ഒരു കാട്ടാളത്തിയായിരുന്നു. അപ്പോൾ ശ്രീരാമൻ സീതയെ രാവണൻ കൊണ്ടുപോയപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മല കയറി താഴെ ഇറങ്ങിയാണ് പിന്നെ കിഴപ്പോട്ട് പോയിട്ട് ധനുഷ്കോടിയിൽ നിന്ന് പാലം കെട്ടി സേതുബന്ധം കെട്ടി ലങ്കയിൽ പോയത്. ഇവിടെ വന്നപ്പോൾ ലക്ഷ്മണനുണ്ട് ശ്രീരാമനുമുണ്ട്. ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല, കാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ശബരിയെ കണ്ടു. അപ്പോൾ ശബരി ഒരു കൊട്ടയിൽ കാണാം, ഫലമൂലാദികൾ സമർപ്പിച്ചു. എല്ലാം കടിച്ചു നോക്കി നല്ലതൊക്കെ എടുത്ത് സ്വാമിക്ക് കൊടുത്തു. ഭക്ത തന്നുകൊണ്ട് സന്തോഷമായിട്ട് സ്വീകരിച്ചു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അവിടെ ആരാ ഒരാൾ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അത് ശാസ്താവെന്ന ഒരാൾ തപസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി. എന്നിട്ട് അപ്പോൾ തപസ് നിർത്തി. അപ്പോൾ അദ്ദേഹം എണീച്ചു നിന്നു. അതാണ് എണീച്ചു നിൽക്കുന്നത്. ശ്രീരാമനും ശാസ്താവും നിൽക്കുകയാണ്. അപ്പോൾ ആ ദിവസമാണ് മകരവിളക്ക്. ശ്രീരാമനും
ശാസ്താവും കണ്ട ദിവസം തപസ് നിർത്തിയിട്ട്, എല്ലാ കൊല്ലവും നിർത്തിയിട്ട് ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കാനായിട്ടും ഭാഗ്യം വരാനായിട്ടും ആളുകളെ സമ്മതിച്ചുകൊണ്ട് കൊടുത്തു. അതാണ് ശബരിമലയിലെ കെട്ടും ഇതുമൊക്കെ. ഇതുതന്നെയായാലും ആയുധങ്ങൾ ഉപേക്ഷിച്ച മണികണ്ഠനും കൂട്ടരും ശബരിമലയിലെ ശാസ്താക്ഷേത്ര സന്നിധാനത്തിലെത്തുകയും ഉദയനന്റെ ആക്രമണത്തിൽ തകർന്ന ക്ഷേത്രം പുനർനിർമ്മിക്കുകയും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പ്രതിഷ്ഠ നടന്ന മകരസംക്രമ മുഹൂർത്തത്തിൽ അയ്യപ്പൻ എന്ന ചരിത്രപുരുഷൻ ശാസ്താവിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്നതാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്ന ചരിത്രം. ശാസ്താവെന്ന പുരാണ പുരുഷനിൽ അയ്യപ്പനെന്ന ചരിത്രപുരുഷന്റെ പൂർണ്ണലയനം. ഇവിടെ ചരിത്രം പുരാണത്തിൽ ലയിക്കുകയാണ്. ഭൗതികത ആധ്യാത്മികതയിൽ വിലയം പ്രാപിക്കുകയാണ്. ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേരുകയാണ്. ഇതുതന്നെയാണ് ഈ പരമപാവന സന്നിധാനം നമുക്ക് പകർന്നു തരുന്ന സന്ദേശവും. തത്വമസി.